ഹായ് ഗൈസ്, ജോബ്സിയുടെ മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ബാങ്കുകളിൽ 5351 അവസരങ്ങൾ. ഓൺലൈനായി ഓഗസ്റ്റ് 21 വരെ അപേക്ഷിക്കാം. നമുക്ക് ഡീറ്റെയിൽസ് എന്തൊക്കെയാ നോക്കിയാലോ. പൊതുമേഖലാ ബാങ്കുകളിലെ പ്രൊബേഷണറി ഓഫീസർ, മാനേജ്മെന്റ് ട്രെയിനി, സ്പെഷ്യലൈസ്ഡ് ഓഫീസർ തസ്തികയിലേക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ അതായത് IBPS അപേക്ഷ ക്ഷണിച്ചു. പ്രൊബേഷണറി ഓഫീസർ PO, മാനേജ്മെന്റ് ട്രെയിനി തസ്തികയിൽ 4455 ഒഴിവും സ്പെഷ്യലിസ്റ്റ് ഓഫീസർ SO തസ്തികകളിൽ 896 ഒഴിവുമാണുള്ളത്. ഒഴിവുകളുടെ എണ്ണം വർദ്ധിച്ചേക്കാം. വ്യത്യസ്ത വിജ്ഞാപനങ്ങളാണ്. ഓൺലൈൻ അപേക്ഷ ഓഗസ്റ്റ് 21 വരെ. അവസരം 11 ബാങ്കുകളിൽ. പൊതുമേഖലാ ബാങ്കുകളിലെ PO, SO നിയമനങ്ങൾക്കായി IBPS നടത്തുന്ന 14ാം പൊതു എഴുത്തു പരീക്ഷയാണിത്. ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, കനറ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, യൂക്കോ ബാങ്ക്, യൂണിയൻ ബാങ്ക് എന്നീ ബാങ്കുകളിലാണ് അവസരം. IBPS പരീക്ഷ എഴുതിയവരെ മാത്രമേ ഈ ബാങ്കുകളിലെ അടുത്ത സാമ്പത്തിക വർഷത്തെ 2025-26 PO, മാനേജ്മെന്റ് ട്രെയിനി, SO നിയമനങ്ങൾക്ക് പരിഗണിക്കൂ. IBPS പൊതുപരീക്ഷയിൽ നേടുന്ന സ്കോറിന്റെ അടിസ്ഥാനത്തിലാണ് പ്രാഥമിക തെരഞ്ഞെടുപ്പ്. തുടർന്ന് ഇന്റർവ്യൂവും നടത്തും. പൊതുപരീക്ഷയിലും ഇന്റർവ്യൂവിലും ലഭിക്കുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നവരെ ബാങ്കുകളിൽ ഒന്നിലേക്ക് അലോട്ട് ചെയ്യും. ഈ വിജ്ഞാപന പ്രകാരം 2026 മാർച്ച് 31 വരെ നിയമനം നടത്തും. ക്രെഡിറ്റ് സ്കോറാണ്. അപേക്ഷകർക്ക് 650 പോയിന്റ് സിബിൽ സ്കോർ ഉണ്ടാകണം. സ്വന്തമായി ബാങ്ക് അക്കൌണ്ട് ഇല്ലാത്ത ഉദ്യോഗാർത്ഥികൾക്ക് നിബന്ധന ബാധകമല്ല. പ്രൊബേഷണറി ഓഫീസർ യോഗ്യതയാണ് പറയുന്നത്. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം അല്ലെങ്കിൽ തത്തുല്യം. 2024 ഓഗസ്റ്റ് 21 അടിസ്ഥാനമാക്കി യോഗ്യത കണക്കാക്കും. പ്രായം 20-നും 30-നും ഇടയിൽ. പട്ടിക വിഭാഗക്കാർക്ക് 5-ഉം OBCക്ക് 3-ഉം അംഗപരിമിതർക്ക് 10 വർഷം ഇളവുണ്ട്. വിമുക്ത ഭടന്മാർക്കും നിയമാനുസൃത ഇളവ്. 2024 ഓഗസ്റ്റ് 1 അടിസ്ഥാനമാക്കി പ്രായം കണക്കാക്കും. അടുത്ത പരീക്ഷയും സിലബസുമാണ് പറയുന്നത്. പ്രിലിമിനറി, മെയിൻ എന്നിങ്ങനെ 2 ഘട്ടമായാണ് ഓൺലൈൻ പൊതു എഴുത്തു പരീക്ഷ. 2 ഘട്ടത്തിലും ഒബ്ജക്റ്റീവ് ചോദ്യങ്ങളാണ്. പ്രിലിമിനറി പരീക്ഷ ഒക്ടോബറിൽ നടത്തും. 1 മണിക്കൂർ ദൈർഘ്യമുള്ള പരീക്ഷയിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിംഗ് എബിലിറ്റി എന്നീ വിഷയങ്ങളിൽ നിന്ന് ചോദ്യങ്ങളുണ്ടാകും. ഓരോ വിഷയത്തിനും 20 മിനിറ്റ്. ആകെ 100 ചോദ്യം, 100 മാർക്ക്. മെയിൻ പരീക്ഷ നവംബറിൽ. ജനുവരി, ഫെബ്രുവരിയിൽ ഇന്റർവ്യൂ നടത്തും. 100 മാർക്കിന്റേതാണ് ഇന്റർവ്യൂ. തുടർന്ന് ഏപ്രിലിൽ പ്രൊവിഷണൽ അലോട്ട്മെന്റ്. അടുത്ത പരീക്ഷാ കേന്ദ്രങ്ങളാണ് പറയുന്നത്. സംസ്ഥാനത്ത് ആലപ്പുഴ, കണ്ണൂർ, എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശൂർ, തിരുവനന്തപുരം, മലപ്പുറം, പാലക്കാട് എന്നിവിടങ്ങളിലാണ് പരീക്ഷാ കേന്ദ്രം. മെയിൻ പരീക്ഷയ്ക്ക് എറണാകുളത്തും തിരുവനന്തപുരത്തും കോഴിക്കോടുമാണ് കേന്ദ്രം. ഇനി അപേക്ഷ ഫീസാ പറയുന്നത് 850 രൂപയാണ്. പട്ടിക വിഭാഗം ഭിന്നശേഷിക്കാർക്ക് 175 രൂപ. ഓൺലൈനിൽ അടയ്ക്കാം. ഓൺലൈൻ അപേക്ഷ ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം. അപേക്ഷിക്കുന്നത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അടുത്ത സ്പെഷ്യലിസ്റ്റ് ഓഫീസറാണ്. തസ്തികകളും ഒഴിവും. അഗ്രികൾച്ചർ ഫീൽഡ് ഓഫീസർ സ്കെയിൽ 1 346, മാർക്കറ്റിംഗ് ഓഫീസർ സ്കെയിൽ 1 205, IT ഓഫീസർ സ്കെയിൽ 1 170, ലോ ഓഫീസർ സ്കെയിൽ 1 125, രാജഭാഷ അധികാരി സ്കെയിൽ 1 25, HR പേഴ്സണൽ ഓഫീസർ സ്കെയിൽ 1 25. ബാങ്ക് സംവരണം തിരിച്ചുള്ള ഒഴിവുകളുടെ എണ്ണം വെബ്സൈറ്റിലെ വിജ്ഞാപനത്തിൽ ലഭ്യമാണ്. അടുത്ത തസ്തികയും യോഗ്യതയുമാണ് പറയുന്നത്. IT ഓഫീസർ സ്കെയിൽ 1, കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, IT ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എന്നിവയിൽ 4 വർഷ എഞ്ചിനീയറിംഗ് ടെക്നോളജി ബിരുദം എങ്കിൽ ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, IT PG ബിരുദം അല്ലെങ്കിൽ ബിരുദവും DOE ACC B ലെവൽ ജയവും. അടുത്തത് അഗ്രികൾച്ചർ ഫീൽഡ് ഓഫീസർ സ്കെയിൽ 1, അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ആനിമൽ ഹസ്ബൻഡറി, വെറ്റിനറി സയൻസ്, ഡയറി സയൻസ്, ഫിഷറി സയൻസ്, പിസികൾച്ചർ, അഗ്രി മാർക്കറ്റിംഗ് ആൻഡ് കോർപ്പറേഷൻ, കോഓപ്പറേഷൻ ആൻഡ് ബാങ്കിംഗ്, അഗ്രോ ഫോറസ്ട്രി, ഫോറസ്ട്രി, അഗ്രികൾച്ചറൽ ബയോടെക്നോളജി, ബിടെക് ബയോടെക്നോളജി, ഫുഡ് സയൻസ്, അഗ്രികൾച്ചറൽ ബിസിനസ് മാനേജ്മെന്റ്, ഫുഡ് ടെക്നോളജി, ഡയറി ടെക്നോളജി, അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ്, സെറികൾച്ചർ, ഫിഷറീസ് എഞ്ചിനീയറിംഗ് എന്നിവയിൽ 4 വർഷ ബിരുദം. അടുത്തത് രാജഭാഷ അധികാരി സ്കെയിൽ 1, ബിരുദതലത്തിൽ ഇംഗ്ലീഷ് ഒരു വിഷയമായി പഠിച്ച് ഹിന്ദി ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ബിരുദതലത്തിൽ ഹിന്ദിയും ഇംഗ്ലീഷും വിഷയമായി പഠിച്ച് സംസ്കൃതം PG ബിരുദം.
അടുത്ത ലോ ഓഫീസർ സ്കെയിൽ 1 നിയമബിരുദം LLB. ബാർ കൌൺസിലിൽ അഡ്വക്കറ്റായി എൻറോൾ ചെയ്തവരാകണം. HR പേഴ്സണൽ ഓഫീസർ സ്കെയിൽ 1 ബിരുദവും പേഴ്സണൽ മാനേജ്മെന്റ്, ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, HR, HRD, സോഷ്യൽ വർക്ക്, ലേബർ ലോയിൽ 2 വർഷം ഫുൾ ടൈം PG ബിരുദം, PG ഡിപ്ലോമയും. അടുത്ത മാർക്കറ്റിംഗ് ഓഫീസർ സ്കെയിൽ 1 ബിരുദവും 2 വർഷം ഫുൾ ടൈം MMS മാർക്കറ്റിംഗ്, MBA മാർക്കറ്റിംഗ്, മാർക്കറ്റിംഗ് സ്പെഷ്യലൈസേഷനോടെ ഫുൾ ടൈം 2 വർഷം PG DBA, PG DBM, PG PM, PG DM യോഗ്യതയും. ഇനിയായിട്ട് പൊതു മാനദണ്ഡങ്ങളാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു തസ്തികയിലേക്ക് മാത്രം അപേക്ഷിക്കുക. അപേക്ഷകർ കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കാനും ഉപയോഗിക്കാനും അറിവുള്ളവരാകണം. IT ഓഫീസർ ഒഴികെ തസ്തികകളിലെ അപേക്ഷകർക്കോ കമ്പ്യൂട്ടർ ഓപ്പറേഷൻസ്, ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ, ഡിഗ്രി യോഗ്യത ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഹൈസ്കൂൾ, കോളേജ്, ഇൻസ്റ്റിറ്റ്യൂട്ട് തലത്തിൽ കമ്പ്യൂട്ടർ IT ഒരു വിഷയമായി പഠിച്ചിരിക്കണം. യോഗ്യത 2024 ഓഗസ്റ്റ് 21 അടിസ്ഥാനമാക്കി കണക്കാക്കും. അപേക്ഷകർ 20-നും 30-നും മധ്യ പ്രായമുള്ളവരാകണം. പ്രായം 2024 ഓഗസ്റ്റ് 1 അടിസ്ഥാനമാക്കി കണക്കാക്കും. പട്ടിക വിഭാഗക്കാർക്ക് 5-ഉം OBCക്ക് 3-ഉം ഭിന്നശേഷിക്കാർക്ക് 10 വർഷവും ഇളവുണ്ട്. വിമുക്ത ഭടന്മാർക്ക് നിയമാനുസൃത ഇളവ്. അടുത്ത പരീക്ഷയും സിലബസുമാണ് പറയുന്നത്. പ്രിലിമിനറി ഓൺലൈൻ എഴുത്തു പരീക്ഷ നവംബറിൽ നടത്തും. ലോ ഓഫീസർ രാജ്ഭാഷ അധികാരി തസ്തികകളിൽ റീസണിംഗ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ജനറൽ അവയർനെസ് വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ബാങ്കിംഗ് ഇൻഡസ്ട്രി എന്നീ വിഷയങ്ങളിൽ നിന്നും ചോദ്യങ്ങളുണ്ടാകും. മറ്റു തസ്തികകളിൽ റീസണിംഗ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്നീ വിഷയങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക. നെഗറ്റീവ് മാർക്കുണ്ട്. മെയിൻ പരീക്ഷ ഡിസംബറിൽ. കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ. അടുത്ത പരീക്ഷാ കേന്ദ്രങ്ങളാണ്. കേരളത്തിൽ കണ്ണൂർ, എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്,